ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 540ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള വെള്ളൂരിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും ഞെക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. ഹോം ലോണൊക്കെ ആവശ്യമുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. 6 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ, ഒരെണ്ണം അറ്റാച്ച്ഡും 2 കോമണുമായിട്ടുള്ള ബെഡ്റൂമുകളുള്ള ഒരു വീടിൻ്റെ മുന്നിലായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നല്ല ചെടികളൊക്കെ ധാരാളം വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്ന ഒരു പുരയിടത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നല്ല കാർഡാണുള്ള നല്ല സിറ്റ് ഔട്ട്, നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ച് വീട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ പിന്നാമ്പുറത്തേക്കൊക്കെ ഒന്ന് പോകാം. പ്രവേശമൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. 900 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. നല്ല കായ്ക്കുന്ന പ്ലാവൊക്കെ ഉണ്ട്. എല്ലാം ബഡ് പ്ലാവാണ്. ധാരാളം ചെടികൾ മുറ്റത്തുണ്ട്. ഇതാ ചക്കയൊക്കെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടല്ലോ. ഈ സമയത്തും നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരുന്ന പ്ലാവ്, മാവ് എന്നിവ വേണ്ട ഒട്ടനവധി ചെടികൾ എല്ലാം തന്നെയുണ്ട്. വീടിൻ്റെ ഒരു വശത്തൂടെ നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്ക് നമുക്കൊന്ന് നീങ്ങാം. വീടിൻ്റെ എല്ലാ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, ധാരാളം വീടുകളുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ പാമ്പാടിലേക്ക് വെറും 4 സംതിങ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തൊട്ടടുത്ത മെയിൻ ടൗണുകളൊന്നാണ്. അതുപോലെ തന്നെ മണനാട് ടൗണിലേക്കും 5 കിലോമീറ്റർ മിച്ചമേ ഉള്ളൂ. വളരെ അടുത്ത് നിൽക്കുന്ന 2 പ്രധാന ടൗണുകളുടെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. ഹൈവേയിൽ നിന്ന് കേക്ക റോഡ് ഹൈവേയിൽ നിന്നും വെറും 900 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതാണ് കിണർ. നമ്മൾ വീടിൻ്റെ പ്രവേശത്ത് എത്തിയിരിക്കുകയാണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വെളിയിലാണ്. വെളിയിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഏരിയയിൽ ധാരാളം വീടുകളൊക്കെ വാടകയ്ക്ക് പോകുന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് മുകളിലോട്ട് നില പണിതാൽ നമുക്കവിടെ വാടകയ്ക്കൊക്കെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. താഴെ നമുക്ക് 3 ബെഡ്റൂമുണ്ട്. അതുകൊണ്ട് ധാരാളം ഇടം നമുക്ക് താഴെയുമുണ്ട്. 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമ്മൾ വീടിൻ്റെ പുറവശത്തൂടെ വന്നതാ ഇതാണ് ആ വീടിൻ്റെ സ്റ്റെയർ കേസ്. പുറകിലൊരു ചെറിയ റൂഫ് വർക്കും ചെയ്തിട്ടുണ്ട്, തുണിയൊക്കെ ഇളക്കിയിടാനും ഒക്കെ ആയിട്ട്. ഈ സൈഡിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൻ്റെ അത്ര ഇടയില്ലെങ്കിലും ഒരാൾക്ക് സുഖമായിട്ട് നടന്നു പോകാവുന്ന ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിത് കാർ പോർച്ചിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ആപ്പിൾ ചാമ്പയുടെ ഒരു ചെടി നിൽപ്പുണ്ട് ഫ്രണ്ടിലായിട്ട്. അതുപോലെ തന്നെ ടൈലൊക്കെ ഇട്ട് നല്ല ഫ്ലോർ ടൈലൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. നമുക്ക് സിറ്റ് ഔട്ട് കടന്ന് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ്. അതിന് ഒരു വിൻഡോയും കൊടുത്ത് നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡോർ തുറക്കാതെ തന്നെ കാണുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ലിവിങ് ഏരിയ. വൺ സൈഡ് നല്ല രീതിയിൽ കളർഫുള്ളാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ലിവിങ് ഏരിയ. ആ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ കയറുന്നൊരു ബെഡ്റൂമിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. 3 വിൻഡോ 2 സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇവിടെ ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ്. ഷവറും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിലെത്തി. നമുക്ക് അവിടെ നിന്നൊരു അടുത്ത മുറി എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ അവിടെ ഒരു സൈഡ് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട്. ഒരു കോമൺ ബാത്റൂം ഇവിടെ ഉള്ള 2 ബെഡ്റൂമിനും കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റോറേജ് പ്ലേസ് ഒക്കെ ആ റൂമിനുണ്ട്. നമുക്ക് അപ്പം ഈ ഒരു 2 ബെഡ്റൂമിൻ്റെയും കൂടെ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകി. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ കിച്ചൺ അതിനോട് ചേർന്ന് തന്നെ കിച്ചൺ വരുന്നുണ്ട്. കിച്ചൺ കണ്ടിട്ട് നമുക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയ കിച്ചൺ. ഫ്ലോറൊക്കെ നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ഫ്ലോറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് തീ കത്തിക്കാനുള്ള ഒരു അടുപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ അലക്കുകലും കാര്യങ്ങളും നമ്മളിവിടെ എല്ലാം കണ്ടു വന്നതാണല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഇനി കൂടുതൽ പറയുന്നില്ല. റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് കാണാനായിട്ടുണ്ട്. ഡോറ്, കിച്ചൻ്റെ ഡോറ് ഓക്കെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. നോക്കിയോ, ഡൈനിങ് ഏരിയ, മെയിൻ എൻട്രൻസ് കാണാം. നമുക്ക് ഈ ഒരു ബാത്റൂമിനോട് ചേർന്നുള്ള
ഈ 2 ബെഡ്റൂമും 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഈ കോമൺ ബാത്റൂം വരുന്നുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ഇതൊരു കോമൺ ബാത്റൂമുള്ള ബെഡ്റൂമാണ്. ഇതിന് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ 2 ബെഡ്റൂമും. അപ്പോൾ ആ വീടിൻ്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇതിൻ്റെ വിലയും വിവരങ്ങളും ഞാൻ എൻ്റെ തമ്പനയിലും അതുപോലെ തന്നെ ക്യാപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നല്ലൊരു ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. RIT എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവ വേണ്ട ഒട്ടനവധി സ്ഥാപനങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഞാൻ പറഞ്ഞ കോട്ടയം ടൗണുമായിട്ടും ഒക്കെ നമുക്ക് വളരെ ദൂരം വളരെ കുറവാണ്. RIT എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്ററുകൾ, മുസ്ലിംസിൻ്റെ മോസ്ക്, അതിൽ ഓർത്തഡോക്സ് മർത്തോമ ചർച്ചുകൾ, അതുപോലെ മറ്റ് അനവധി പെന്തക്കോസ്ത് വിഭാഗങ്ങളുടെ സഭകൾ എല്ലാം തന്നെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. കത്തോലിക്ക ചർച്ചുമൊക്കെ നമുക്ക് ടൗണുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്നു. എല്ലാം ഈ ഒരു ചുറ്റുപാടിൽ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.